എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ സഹനം കണ്ടിട്ടുള്ളത് യേശുവിൻ്റെയും മാതാവിൻ്റെയും കഴിഞ്ഞാൽ കുരിശിൻ്റെ ജീവിതം കണ്ടത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലാണ്. 950കളുടെ അവസാനം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പാലാരൂപതയിലെ അരുവിത്തറയിൽ നിന്നും അപ്പനും അമ്മയും 16 വയസ്സുള്ള മോളും 11 വയസ്സുള്ള മോനും 9 വയസ്സുള്ള മോളും 4 വയസ്സുള്ള മോനും 2 ആമക്കളും 2 പെമ്മക്കളും അപ്പനും അമ്മയും കുടിയേറി. അപ്പൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നപ്പോൾ പട്ടാള കോട്ടായി കിട്ടിയ 5 ഏക്കർ സ്ഥലം തേടി ഹൈറേഞ്ചിലേക്കുള്ള യാത്ര. അങ്ങനെ ചെന്നു, കൃഷി പച്ച പിടിച്ചു, സ്വപ്നങ്ങൾ മൂട്ടിട്ടു. പെട്ടെന്ന് 960 ഒരു പകർച്ചവ്യാധി. പ്രായമുള്ള കാരണവന്മാർക്ക് മലമ്പനി എന്ന മാരക രോഗം ഒരുപാട് പേര് മരിച്ചു വീണു. 20 താഴെ പ്രായമുള്ളവർക്ക് ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുക, കരൾ ദ്രവിക്കുക, ഒരു പകർച്ചവ്യാധി. അന്ന് ഡോക്ടർമാരില്ല, കണിയാന്മാരേ ഉള്ളൂ. ഒരു ജനുവരി മാസത്തിൽ 16 വയസ്സുള്ള മോൾക്ക് മാരകമായ രോഗം. 4 മാസം കഴിഞ്ഞപ്പോൾ 11 വയസ്സുള്ള മോന്. 2 പേരെ ഒരുമിച്ച് നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അമ്മ വീട്ടുകാര് മൂത്തയാളെ കാഞ്ഞിരപ്പള്ളി കൊണ്ടിരുന്നു. അവിടെ വെച്ച് മൂത്ത മോൾ മരിക്കുന്നു. ഒട്ടും താമസിയാതെ 9 വയസ്സുള്ള മോൾക്ക് വിധേയ രോഗം. ഒരു ജനുവരിക്കും പിറ്റേ ഒക്ടോബറിനും ഇടയിൽ 10 മാസങ്ങൾക്കിടയിൽ 16ഉം 11ഉം 9 വയസ്സുള്ള 3 മക്കളും അങ്ങ് മരിച്ചു. എന്നേക്കാൾ 4 വയസ്സിന് മൂത്ത ഒരു ജ്യേഷ്ഠൻ മാത്രം കുടുംബത്തിൽ അവശേഷിച്ചു. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് എന്നെ പ്രസംഗത്തിന് ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ചേട്ടൻ അപ്പനെയും അമ്മയും കൂടി എൻ്റെ പ്രസംഗം കേൾപ്പിക്കാൻ വരുമായിരുന്നു. ആൾക്കാർ പ്രസംഗം കഴിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചും കൈ തന്നും നല്ല വാക്ക് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, മോൻ അധികം ഞെളിയരുത്. പ്രസംഗിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം 3 മാലാഖ കുഞ്ഞുങ്ങൾ. ഒരു ഉറപ്പ് എനിക്കുള്ളത് ഇതാണ്: രാത്രി എത്ര നീണ്ടതാണെങ്കിലും അവസാനം ഒരു പുലരി ഉണ്ടാവും. യാത്ര എത്ര നീണ്ടതാണെങ്കിലും അവസാനം ലക്ഷ്യമുണ്ടാവും. സഹനം എത്ര വലുതാണേലും സഹനത്തിന് ദൈവം തരുന്ന ഒരു സമ്മാനമുണ്ട്. കർത്താവിന്റെ കൂടെ നിന്ന് സഹിച്ചാൽ മതി. സഹനത്തിന് ഒരു സമ്മാനമുണ്ട്. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഓരോരുത്തർക്കുമുണ്ട് കുരിശ്. കുരിശ് വരുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശു പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. ബൈബിളിൽ ഓരോ സ്ഥലത്തിനും ഓരോ അർത്ഥമുണ്ട്. അവൻ കേസറിയ ഫിലിപ്പിയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഉയർച്ചയിലാണ്. അവൻ ജെറിക്കോയിലാണ്, വിശ്വാസ വളർച്ചയിലാണ്. അവൻ ജെറുസലേമിലാണ്, സഹിക്കാൻ മരിക്കാൻ പോകുന്നു. ജെറുസലേം സഹന മരണ ഉത്ഥാനങ്ങളുടെ സ്ഥലമാണ്. യേശു പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, സഹിക്കാൻ പോകണം. അപ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് അവനെ മാറ്റി നിർത്തി പറഞ്ഞു, നീ കുരിശെടുക്കാൻ പോകരുത്, സഹിക്കാൻ പോകരുത്. ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ യേശു തിരിഞ്ഞു പറഞ്ഞു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. വഞ്ചനയുടെ ചുംബനത്താൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ വിളിച്ചു സ്നേഹിത. സഹിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ പത്രോസിനെ വിളിച്ചു സാത്താനെ. സാത്താൻ എന്ന വാക്കിന്റെ മൂലാർത്ഥം തടസ്സം, പ്രതിബന്ധം. കുരിശിൽ നിന്നും നമ്മളെ മാറ്റുന്നവർ നമുക്ക് തടസ്സം, പ്രതിബന്ധം. കുരിശിലേക്ക് നമ്മളെ തള്ളിവിടുന്നവർ നമുക്ക് ഉപകാരികളും നന്മ ചെയ്യുന്നവരുമാണ്. കുരിശ് ജീവിതത്തിൽ വരുമ്പോൾ 3 വിധത്തിൽ കുരിശിനെ നമുക്ക് നേരിടാൻ പറ്റും. 3 വിധത്തിൽ. 1 പൈശാചികം, 2 മാനുഷികം, 3 ദൈവീകം. തമ്പുരാൻ നമുക്ക് കുരിശ്
അനുവദിച്ചു തരുമ്പോൾ 3 വിധത്തിൽ. ഒന്ന്, പൈശാചികം. എന്താ പൈശാചികം? എന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞവൻ ഇടിവെട്ടി കരിഞ്ഞു പോണേ എന്ന് ചിന്തിച്ചാൽ ചിന്ത പൈശാചികം. എന്നെ നൊമ്പരപ്പെടുത്തിയവൻ വണ്ടി ഇടിച്ച് കാല് ഒടിഞ്ഞു കിടക്കണേ എന്നോർത്താൽ ചിന്ത പൈശാചികം. എന്നെ വേദനിപ്പിച്ചവർക്ക് തിന്മ വരണേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ചിന്ത പൈശാചികം. 2, മാനുഷികം. എന്താ മാനുഷികം? ഓ, ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഇതുകൂടെ കാലമാടിനെ കെട്ടിയവനായിട്ട് കിട്ടി, സഹിച്ചേക്കാം. അത് മാനുഷികം. ഇത്ര ഒരുങ്ങിയിട്ടും ഈ ഭദ്രകാളിയെ ഭാര്യയായി കിട്ടി, അങ്ങ് വഹിച്ചേക്കാം. ഇത് മാനുഷികം. ഇത്രയൊക്കെ ആയിട്ടും ഇതുകൂട്ട് മക്കളെ കിട്ടിയല്ലോ എന്ന് മുറുമുറുത്തോട് സ്വീകരിക്കുമ്പം അത് മാനുഷികം. മുറുമുറുപ്പും പിറുപിറുപ്പോടും കൂടി കുരിശുകളെ സ്വീകരിക്കുമ്പോൾ അത് മാനുഷികം. 3, ദൈവീകം. എന്താ ദൈവീകം? ഞാൻ അറിഞ്ഞ് ഒരു തെറ്റും ചെയ്തില്ല, പക്ഷെ ഈ കുരിശ് കർത്താവ് എനിക്ക് തന്നു. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഈ കുരിശ് കർത്താവ് എനിക്ക് തന്നു, ഞാനിതെടുക്കും. ഇതാണ് ദൈവീകം എന്ന് പറയുക. ദൈവീകം. വർഷങ്ങൾക്ക് മുമ്പ് വെല്ലൂർ ആശുപത്രിയിൽ നിന്നും 18 ജൂനിയർ ഡോക്ടേഴ്സ് കൊടൈക്കനാലിന് യാത്രയായി. മല കയറി പോകുമ്പോൾ ബ്രേക്ക് പൊട്ടിയ വാൻ മറിഞ്ഞ് താഴെ വീണു. 3 പേര് മരിച്ചു, അനേകർക്ക് മുറിവേറ്റു. അതിൽ ഒരാളായിരുന്നു ചങ്ങനാശ്ശേരി അടുത്ത് കങ്ങട സ്വദേശിനിയായ ഡോക്ടർ മേരി വർഗീസ്. 3 മാസത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ പറഞ്ഞു അരയ്ക്ക് താഴത്തേക്ക് തളർന്നുപോയി, ഇനി ചക്രക്കസേലിൽ നിന്ന് ശുശ്രൂഷ തുടരാം. ഈ ഡോക്ടർ മേരി വർഗീസ് മുറിയിൽ കിടക്കുമ്പോൾ ഭിത്തിയിൽ ഒരു കുരിശ്. ആ കുരിശിനെ നോക്കി ഡോക്ടർ മേരി വർഗീസ് ചോദിച്ചു, ക്രിസ്തുവേ, എൻ്റെ അരയ്ക്ക് താഴത്തേക്ക് തളർന്നിട്ട് അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാനുള്ള ശക്തി നീ എന്തിനാ വെച്ചിരിക്കുന്നത്? പെട്ടെന്നൊരു സ്വരം, മോളെ, അരയ്ക്ക് താഴത്തേക്കല്ലേ തളർന്നുള്ളൂ, അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ശരീരഭാഗം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ധൈര്യം വീണ്ടെടുത്തു. ലോകപ്രശസ്ത അവാർഡുകൾ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ മേരി വർഗീസ് തളർന്ന ശരീരത്തോട് കൊണ്ടുവന്നു. കർത്താവിനോട് ചേർന്ന്, ക്രൂശിതനോട് ചേർന്ന് കുരിശിന്റെ അർത്ഥം കണ്ടുപിടിക്കുമ്പോൾ ഏത് തകർച്ചകളിലും ഏത് നൊമ്പരങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് ശക്തി നമുക്ക് തരും. ഓരോ പ്രായത്തിൽ ഓരോരോ കുരിശുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെല്ലാ ദിവസവും കർത്താവിൻ്റെ മാലാഖ ചൊല്ലിയിട്ട് അവസാനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ. എന്നാ ഓർത്തുകൊണ്ടാണോ ആ പ്രാർത്ഥന തട്ടിവിടുന്നത്? എന്താ ഈശോമിശിഹായുടെ വാഗ്ദാനം? പല്ല് പറയും പരിശുദ്ധാത്മാവ്. അല്ല, അത് സഹായകൻ. ഈശോമിശിഹായുടെ വാഗ്ദാനം മർക്കോസ് 10:30, ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. അതാ ഈശോമിശിഹായുടെ വാഗ്ദാനം. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. ഈ കുരിശ് നമ്മൾ ചോദിച്ചു മേടിക്കും. പള്ളിയിൽ വെച്ച് നമ്മൾ പാടും, ഉരുക്കി എന്നെ നീ വാർത്തെടുക്കൂ. ദൈവം പ്രാർത്ഥന കേൾക്കും. രാത്രി 9 കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം ഒരുക്കാൻ കെട്ടിയവൻ, വാർക്കാൻ അമ്മായിയമ്മ, വളയ്ക്കാൻ കൊച്ചുമക്കൾ, എല്ലാവരും പറയും പള്ളി വെച്ച് പ്രാർത്ഥിച്ചതല്ലേ, ഞങ്ങളൊന്ന് സഹകരിക്കട്ടെ. നമ്മൾ പറയും എൻ്റെ തമ്പുരാനെ തമാശന് പാടിയതല്ലേ, നീ ഇത്ര ഗൗരവമായിട്ടെടുത്തോ. ഓരോ പ്രായത്തിൽ ഓരോ കുരിശ്. എൻ്റെ കുട്ടിക്കാലത്തെ കുരിശ്. ചായക്കടയിൽ ചില്ലലമാരിയിൽ പലഹാരം കാണുമ്പോൾ നിയന്ത്രിക്കാൻ മേലാത്ത ഒരു ഉമിനീര് വായി വരും. ബോണ്ട, പരിപ്പ് വട, പപ്പടപോളി, പഴംപൊരി ഇതൊക്കെ കാണുമ്പം നിയന്ത്രിക്കാൻ മേലാത്ത കൊതി. അത് മേടിക്കാൻ അന്ന് 10 പൈസയില്ല. അതായിരുന്നു അന്നത്തെ കുരിശ്. ഒരു ചായക്കട മൊത്തം മേടിക്കാൻ കാശുണ്ടായപ്പോൾ ഒന്നും കഴിക്കാൻ മേല എന്ന് പറയുന്ന ഒരു കുരിശ്. കാശിനും കുഴപ്പമില്ല, ഭക്ഷണത്തിനും കുഴപ്പമില്ല. അപ്പോളാ മോൻ പോയി ഒരു മുതുപിശാചിനെ കെട്ടിക്കൊണ്ട് വന്നു. മോൾ ഏതോ അണ്ടന്റെ അടകോടന്റെ പുറകെ ഒരൊറ്റ ഓട്ട് ഓടി. ഏതെങ്കിലും കുരിശ് ഓരോ പ്രായത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കുരിശില്ലാതെ രക്ഷയില്ല. 1222 കപ്പുച്ചിൻ സഭയുടെ സ്ഥാപക പിതാവായ മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയിലെ ഒരു പള്ളി മുമ്പിലെ
കുരിശിനെ നോക്കി മുട്ടുകുത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങനെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അസീസി പുണ്യാളന്റെ പ്രാർത്ഥന കത്തോലിക്ക സഭ കുരിശിന്റെ വഴിയിൽ കൂട്ടിച്ചേർത്തു. അവിടെ പറയും, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. എല്ലാവർക്കും ഉണ്ട്, ഓരോ കാലത്തിനുണ്ട്, ഓരോ പ്രായത്തിലുണ്ട് കുരിശ്. ആ കുരിശ് സന്തോഷത്തോടെ സഹിച്ച് ക്രൂശിതന് പിന്നാലെ യാത്ര ചെയ്യാനുള്ള വിളിയാണ് ക്രൈസ്തവ വിളി. നമ്മൾ ഓർക്കുക. ആർക്കാ കുരിശില്ലായിരുന്നത്? മാതാവിന് കുരിശുണ്ടായിരുന്നു, യേശുവിന് കുരിശുണ്ടായിരുന്നു, അപ്പസ്തോലന്മാർക്ക് കുരിശുണ്ടായിരുന്നു, ആദിമ സഭയ്ക്ക് കുരിശുണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് വരെ നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിൽ നമുക്കും കുരിശുകളുണ്ടായിരുന്നു. ഓരോരോ രീതിയിൽ ഓരോരോ കുരിശുകൾ കാലാകാലങ്ങളിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ സഹനം കണ്ടിട്ടുള്ളത് യേശുവിൻ്റെയും മാതാവിൻ്റെയും കഴിഞ്ഞാൽ കുരിശിൻ്റെ ജീവിതം കണ്ടത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലാണ്. 1950കളുടെ അവസാനം, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പാലാ രൂപതയിലെ അരുവിത്തറയിൽ നിന്നും അപ്പനും അമ്മയും 16 വയസ്സുള്ള മോളും 11 വയസ്സുള്ള മോനും 9 വയസ്സുള്ള മോളും 4 വയസ്സുള്ള മോനും 2 ആമക്കളും 2 പെമ്മക്കളും അപ്പനും അമ്മയും കുടിയേറി. അപ്പൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നപ്പോൾ പട്ടാള കോട്ടായി കിട്ടിയ 5 ഏക്കർ സ്ഥലം തേടി ഹൈറേഞ്ചിലേക്കുള്ള യാത്ര. അങ്ങനെ ചെന്നു, കൃഷി പച്ച പിടിച്ചു, സ്വപ്നങ്ങൾ മൂട്ടിട്ടു. പെട്ടെന്ന് 960 ഒരു പകർച്ചവ്യാധി. പ്രായമുള്ള കാരണവന്മാർക്ക് മലമ്പനി എന്ന മാരക രോഗം ഒരുപാട് പേര് മരിച്ചു വീണു. 20 താഴെ പ്രായമുള്ളവർക്ക് ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുക, കരൾ ദ്രവിക്കുക, ഒരു പകർച്ചവ്യാധി. അന്ന് ഡോക്ടർമാരില്ല, കണിയാന്മാരേ ഉള്ളൂ. ഒരു ജനുവരി മാസത്തിൽ 16 വയസ്സുള്ള മോൾക്ക് മാരകമായ രോഗം. 4 മാസം കഴിഞ്ഞപ്പോൾ 11 വയസ്സുള്ള മോന്. 2 പേരെ ഒരുമിച്ച് നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അമ്മ വീട്ടുകാര് മൂത്തയാളെ കാഞ്ഞിരപ്പള്ളി കൊണ്ടുവന്നു. അവിടെ വെച്ച് മൂത്ത മോൾ മരിക്കുന്നു. ഒട്ടും താമസിയാതെ 9 വയസ്സുള്ള മോൾക്ക് വിധേയ രോഗം. ഒരു ജനുവരിക്കും പിറ്റേ ഒക്ടോബറിനും ഇടയിൽ 10 മാസങ്ങൾക്കിടയിൽ 16ഉം 11ഉം 9 വയസ്സുള്ള 3 മക്കളും അങ്ങ് മരിച്ചു. എന്നേക്കാൾ 4 വയസ്സിന് മൂത്ത ഒരു ജ്യേഷ്ഠൻ മാത്രം കുടുംബത്തിൽ അവശേഷിച്ചു. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് എന്നെ പ്രസംഗത്തിന് ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ചേട്ടൻ അപ്പനെയും അമ്മയും കൂടി എൻ്റെ പ്രസംഗം കേൾപ്പിക്കാൻ വരുമായിരുന്നു. ആൾക്കാർ പ്രസംഗം കഴിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചും കൈ തന്നും നല്ല വാക്ക് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, മോൻ അധികം ഞെളിയരുത്. പ്രസംഗിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം 3 മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഒന്ന് അച്ഛനായി കാണാൻ വേണ്ടി മാത്രം ഞാൻ ജീവിക്കുക. മോൻ അച്ഛനായി അധികം പേരുദോഷം കേൾപ്പിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ഇതായിരുന്നു അമ്മയുടെ വാക്ക്. എൻ്റെ പട്ടം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞായിരുന്നു അമ്മയുടെ മരണം. അപ്പൻ മരിച്ചിട്ടിപ്പോൾ 12 വർഷം. ജ്യേഷ്ഠൻ്റെ മകനും ഞങ്ങളുടെ സഭയിൽ കപ്പുച്ചൻ അച്ഛനാണ്. ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. ഒരു ഉറപ്പ് എനിക്കുള്ളത് ഇതാണ്: രാത്രി എത്ര നീണ്ടതാണെങ്കിലും അവസാനം ഒരു പുലരി ഉണ്ടാവും. യാത്ര എത്ര നീണ്ടതാണെങ്കിലും അവസാനം ലക്ഷ്യമുണ്ടാവും. സഹനം എത്ര വലുതാണേലും സഹനത്തിന് ദൈവം തരുന്ന ഒരു സമ്മാനമുണ്ട്. കർത്താവിൻ്റെ കൂടെ നിന്ന് സഹിച്ചാൽ മതി. സഹനത്തിന് ഒരു സമ്മാനമുണ്ട്. ദൈവത്തിന് ഒരു സ്വഭാവമുണ്ട്. ഒന്നിൽ മറുപുറം ഒളിച്ചു വെക്കുന്നവനാ ദൈവം, ഒന്നിൽ വിപരീത വശം ഒളിച്ചു വെക്കുന്നവനാ ദൈവം. ഉദാഹരണം, അനങ്ങാത്ത മുട്ടയിൽ ആടുന്ന മയിലിനെ അവൻ ഒളിച്ചു വെക്കും. കളിമണ്ണിൽ മൺകലത്തെ ഒളിച്ചു വെക്കും. ഉണങ്ങിയ വിത്തിൽ പച്ചമരത്തെ ഒളിച്ചു വെക്കും. സഹനത്തിൽ, കുരിശിൽ ഒരു സമ്മാനം, ഒരു കിരീടം ഒളിച്ചു വെക്കും. ഇതാണ് സഹനത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം. ഈ ലോക ജീവിതത്തിൽ എല്ലാവർക്കും സഹനമുണ്ട്. ഓരോരോ കാലങ്ങളിൽ ഓരോരോ സഹനം. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാ
ദൈവം തരുന്ന സഹനങ്ങൾ. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറമാ ദൈവം തരുന്ന ഓരോ സഹനവും. ചിന്തിച്ചാൽ ഉത്തരവില്ല. ഒരു കാര്യം ഓർത്ത് നോക്കിക്കേ, ചിന്തിച്ചാൽ നമുക്ക് വല്ല ഉത്തരവുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വകാര്യ സ്വത്താണ് ഈ ശരീരം. ഇതിൽ എന്നാ കോമാളി വേഷം വേണേലും കെട്ടാം. ക്രിക്കറ്റ് താരങ്ങൾ, ഫുട്ബോൾ ഷാളുകൾ, പഴുതാര, കഴുത, ആമ, ഓന്ത്, പാമ്പ് എല്ലാം പച്ച കുത്തി വെക്കുന്ന കാണാം. മുടിയാണെങ്കിൽ തോന്നുന്ന വിധത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന കാണാം. ഏതെല്ലാം രീതിയില്ല. ഞാൻ അമേരിക്കയെ വെച്ച് കണ്ടിട്ടുണ്ട്. ചില കറമ്പി പെണ്ണുങ്ങൾ തലയിൽ 5 നിറം മുടിയാ. പച്ചമുടി, കറുത്തമുടി, ചുവന്നമുടി, നീലമുടി, മഞ്ഞമുടി. വേറെ ചില പെണ്ണുങ്ങളുണ്ട് ബ്ലൗസ് ഇട്ടിട്ട് കൈ ഇറക്കി കക്ഷവും കാണിച്ചുകൊണ്ട് നടക്കുന്ന കാണാം. ഇപ്പം എന്തിനാ തയ്ച്ചതെന്ന് തമ്പുരാന് മാത്രം അറിയാം. കോമാളി വേഷം കെട്ടാൻ എല്ലാവർക്കും പറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിലും ശ്രദ്ധ കിട്ടാൻ വേണ്ടി മുടിയിൽ എന്തെല്ലാം ചെയ്യുക. കുടുമി പോലെ തക്കടിക്കുക, മഷ്റൂം, അംബ്രല്ല, സ്പൈക്ക്, ന്യൂജൻ, പഴഞ്ചൻ, ഏതെല്ലാം മോഡലില്ല മുടി കൊണ്ട് നടക്കുക. ചില ആമ്പിള്ളേരെ കണ്ടാൽ തോന്നും അവൻ കുട്ടനാട്ടിലെ കച്ചിക്കച്ചവടക്കാരനാണ്. ചുവന്നേച്ച് വരുന്ന പോലെ പടത്തിയിട്ട് നടക്കുന്ന കാണാം. ഒരുത്തൻ ബാർബർ ഷാപ്പിൽ ചെന്നു. ബാർബർ ചോദിച്ചു, ഏത് മോഡൽ? മഷ്റൂം, സ്പൈക്ക്, അംബ്രല്ല. അയാൾ പറഞ്ഞു, മോഡൽ ഏതായാലും വേണ്ടിയല്ല, എൻ്റെ പേപ്പർ നോക്കിക്ക് പിടിക്കാൻ നീളം കിട്ടരുത്, ആ പരുവത്തിലേ അത് വെട്ടാവുള്ളൂ. നമുക്ക് ഏതെല്ലാം മോഡലിൽ മുടി കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും വലിയ സ്വകാര്യ സ്വത്ത്. പക്ഷേ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്താണ് ശരീരമെങ്കിൽ ഈ ശരീരത്തിൽ ഒരവയവം ദൈവം തന്നിട്ടില്ല. ജനിക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ല എന്തുകൊണ്ടാണ്. ജനിച്ചപ്പോൾ കണ്ണുണ്ട്, കൈയുണ്ട്, ചെവിയുണ്ട്, കാലുണ്ട്, വയറുണ്ട്. പക്ഷെ ഇല്ലാത്ത അവയവം വായിൽ പല്ലില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂ മൊട്ടുപോലെ, കുമ്പളങ്ങ കുരു പോലെ വായിൽ പല്ല് വന്നു നകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ പല്ല് മൂടയെ പറഞ്ഞിട്ട് വീതിയുള്ള പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വീണ്ടും സ്ഥാനം പിടിച്ചു. ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ മോണയ്ക്ക് പഴുപ്പ്, പല്ലിന് പുളിപ്പ്, നെടുകണ്ട തരിപ്പ്, കുലുക്കുഴിഞ്ഞാൽ മരപ്പ്. ചില പറയും, എൻ്റെ അച്ഛാ വല്ലാത്ത പല്ലുവേദന, അച്ഛൻ കാര്യമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാവോ? പല്ലായതുകൊണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കുകയല്ല, കൈ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവമായ കർത്താവേ, എൻ്റെ വിരലിൽ നീ നഖം നീട്ടി തരുമ്പോൾ നഖം വെട്ടി വെച്ച് ടിപ്പ് ടോപ്പാക്കി വെട്ടി നിർത്താറുണ്ട്. ഇതുപോലെ കേടും പോടും പൊത്തും പുളിപ്പുമുള്ള സകലമാന പല്ലിൽ നീ നീട്ടി താഴത്തേക്ക് വിട്ടാൽ ഒരു പല്ലുവെട്ടി വെച്ച് വെട്ടി നിർത്താം. പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പക്ഷേ സംഭവിച്ചിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറോട് ഞാൻ ചോദിച്ചു, മനുഷ്യൻ ജനിക്കുമ്പം പല്ലില്ല, പിന്നെ കിടക്കുന്നു പറയുന്നു, രഹസ്യവശം വല്ലതും ഉണ്ടോ? ഡോക്ടർ പറഞ്ഞു, പൊന്നു ജോസഫ് അച്ഛ, ഇതുകൊണ്ട് കൊനസ്റ്റ് ചോദ്യം ചോദിക്കല്ല. പറിക്കാൻ പറഞ്ഞാൽ പറിക്കും, വെക്കാൻ പറഞ്ഞാൽ വെക്കും, അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും. ദന്ത ഡോക്ടർക്ക് പോലും പല്ലിനെ കുറിച്ച് ഉത്തരവില്ലെങ്കിൽ ചെറുതും വലുതുമായ സഹനങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ ആ സഹനത്തെക്കുറിച്ച് നമുക്ക് ഉത്തരവില്ല. ചുമ്മാ പറയാനേ പറ്റുള്ളൂ. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ തിരുനാമത്തിൽ സ്തുതി. പരിശുദ്ധ അമ്മയെ പോലെ പറയാനേ പറ്റൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതാ കർത്താവിന്റെ ദാസി. ഓരോ സഹനവും ഇങ്ങനെയാ, ഓരോ സഹനവും ഇങ്ങനെയാ. തൃശ്ശൂരിൽ 2 സമ്പന്നന്മാര്, ഒരാൾ സ്വർണ്ണക്കടക്കാരൻ, മറ്റേ ആൾ അരിക്കച്ചവടക്കാരൻ. അരിക്കച്ചവടക്കാരന് 5 ലക്ഷം രൂപ അത്യാവശ്യം മറിക്കാൻ വേണം. സ്വർണ്ണക്കച്ചവടക്കാരൻ 5 ലക്ഷം രൂപ അരിക്കച്ചവടക്കാരന് മറിക്കാൻ കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് ഒരു വണ്ടി അപകടത്തിൽ ഈ അരിക്കച്ചവടക്കാരൻ മരിച്ചുപോയി. പണത്തിന് രേഖയില്ല, വീട്ടുകാർക്ക് കൊടുക്കാനുമില്ല. എങ്ങനെയോ ആ കട പൂട്ടിപ്പോയി. വൈകാതെ സ്വർണ്ണക്കടയിൽ ഒരു റെയ്ഡ് തകർന്നു. സ്വർണ്ണക്കടയും പൂട്ടി, അരിക്കടയും പൂട്ടി. ഈ സ്വർണ്ണക്കടക്കാരന് 25, 23, 20 വയസ്സുള്ള 3 പെമ്മക്കൾ. കെട്ടിച്ചു വിടാൻ പറ്റുന്നില്ല. പണം തീർന്നതിന് നാണക്കേട്, സമൂഹത്തിൽ ഒരു ചമ്മല്. അവസാനം തീരുമാനിച്ചു, പൊട്ടാസ്യം സൈനൈഡ് ചോറിൽ കലർത്തി മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്ത് ഭർത്താവും കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യുക. ആ തീരുമാനം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. 2-3 മാസം കഴിഞ്ഞു. ഒരു ഞായറാഴ്ച അന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ അവസാനത്തെ കുർബാന കാണാൻ പോവുകയാണ്. ഇനിയൊരു ബലിയർപ്പിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി
കുർബാനയിൽ അൾത്താരയുടെ ഏറ്റവും മുമ്പിൽ നിന്ന് ഈ ഭർത്താവും ഭാര്യയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ആദ്യം മുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. കർത്താവിൻ്റെ ആശ്വാസ വാക്കുവല്ലോണ്ടോ? അന്നാ പെസഹ, സങ്കീർത്തനം, സർവാധിപൻ, പരിപാവനം, കാഴ്ചവയ്പ്. ഒരാശ്വാസ ദൂതും കിട്ടിയില്ല. ഇവരിങ്ങനെ നിറഞ്ഞ കണ്ണോടെ നിൽക്കുമ്പോൾ കുർബാനയുടെ പാതിക്കാലമാകുന്ന സമയത്ത് വൈദികൻ കരങ്ങളുയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവായ ദൈവമേ, നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ദേഹം ഒന്ന് ധരിച്ചു. കുർബാന കഴിഞ്ഞു. രണ്ടുപേരും പുറത്തിറങ്ങി ഒരുമിച്ച് പറഞ്ഞു: പീഡാനുഭവം ആരംഭിച്ചിട്ടേ ഉള്ളൂ, കുരിശുമരണവും ഉത്ഥാനവും കാത്തിരിക്കുന്നു. പിന്നെ പോയത് പൊട്ടാസ്യം സേനയുടെ കണ്ടെത്താനില്ല. 3 മടങ്ങളിൽ നിന്ന് 5 പേർക്ക് ധ്യാനം കൂടാനുള്ള പൈസയും മേടിച്ച് കൊളത്തുവയിൽ ധ്യാനമന്ദിരത്തിൽ ചെന്നു. അവിടെ ചെന്നു ധ്യാനിച്ചു. ശക്തിയോടെ തിരിച്ചെത്തി. പലരുടെ സഹായത്തോടെ ഒരു ഉന്തുവണ്ടിയിൽ രാത്രി തട്ടുകട, പകല് പച്ചക്കറിയുടെ തള്ളുന്ന വണ്ടിയായിട്ട് നടന്നു. 3 മക്കളെയും വർഷങ്ങൾ കൊണ്ട് മാന്യമായി കെട്ടിച്ചു. ഇന്ന് ജെറുസലേം ധ്യാനമന്ദിരത്തിലും ഡിവൈനിലും ഒക്കെ ആയിട്ട് ജീവിത സായാഹ്നത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ജീവിതം. ഒറ്റ ധൈര്യം കിട്ടി: എന്റെ വിളി അവന്റെ പീഡാനുഭവം അനുസ്മരിക്കാന്. നമ്മൾ പറയുന്ന വാക്കെന്താ? പിറവി തിരുനാളിന് ക്രിസ്തുമസ്, ക്രിസ്തുമസ്, മാസ് ബലി. യേശുവിന്റെ പിറവി തിരുനാളിനെ വിളിക്കുന്നത് ക്രിസ്തുവിന്റെ ബലി, ക്രൈസ്റ്റ് മാസ്, ക്രിസ്തുവിന്റെ ബലി എന്ന. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് അവന്റെ സഹനത്തിൽ, അവന്റെ പീഡാനുഭവത്തിൽ പങ്കുചേരാനുള്ള വിളിയ. ഇനി ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: ദൈവം സഹനം തരുന്നത് എന്തിനു വേണ്ടി? 5 ലക്ഷ്യങ്ങളോടുകൂടിയാണ് ദൈവം നമുക്ക് സഹനം അനുവദിക്കുക. വിശ്വാസിയായ മനുഷ്യൻ, ആത്മീയനായ മനുഷ്യൻ ഈ 5 തലങ്ങളെ ധ്യാനിക്കണം, ജീവിതത്തിന് സ്വന്തമാക്കി മാറ്റണം. 1, ദൈവം നമുക്ക് സഹനം തരുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഉപരി നന്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് സഹനം തരും. ഉപരി നന്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് സഹനം തരും. യോഹന്നാൻ 12:24. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. നിലത്ത് വീണ് അഴിയാലോ 100 മേനി കൊയ്ത്തുത്സവം. ഉപരി നന്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് സഹനം തരും. ഒരു സ്ത്രീയുടെ പ്രസവ വേദന കഴിയുമ്പോഴാ ഉപരി നന്മയായ കുഞ്ഞിന്റെ ചിരിക്കുന്ന മുഖം. ഒരു സ്പോർട്സ് സ്റ്റാറിന്റെ പ്രാക്ടീസ് എന്ന സഹനത്തിന് ശേഷമാ ഒളിമ്പിക്സ് മെഡൽ എന്ന ഉപരി നന്മ. ഒരു ഈറ്റക്കമ്പിൽ 9 ദ്വാരം വീഴുമ്പോഴാ ഓടക്കുഴൽ എന്ന ഉപരി നന്മ. എന്തിൻ്റെയും പുറകിൽ ഒരു സഹനമുണ്ട്. സഹനം കഴിഞ്ഞ് ഒരു ഉപരി നന്മ വരും. ഒരു കാര്യം ഓർത്തോണം: സഹനം ചെറുതാണോ പുറകെ വരുന്ന നന്മയും ചെറുത്. സഹനം വലുതാണോ പുറകെ വരുന്ന നന്മയും വലുത്. 7ാം ക്ലാസ് പാസ്സാകാൻ എളുപ്പമാ, പക്ഷെ 8ലേക്ക് കയറൂ. +2 കടുപ്പമാ, പക്ഷെ അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ്. IAS IFS വളരെ ടഫാ, അത് കഴിഞ്ഞാൽ ഉയർന്ന ജോലി. സഹനം വലുതാണോ ദൈവത്തിന്റെ അനുഗ്രഹവും വലുത്. സഹനം കുറവാണോ ചെറിയ അനുഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് മക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് കരഞ്ഞവരും ഒത്തിരി വേദനിച്ചവരും പിന്നീട് ആ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഏത് മോനെ കുറിച്ച് അമ്മ മോനിക്കാ കരഞ്ഞോ, ആ മകനെ കൊണ്ട്, അഗസ്റ്റിനെ കൊണ്ട് ആ അമ്മ സന്തോഷിച്ചു. വിശുദ്ധന്റെ അമ്മയെന്ന് തിരുസഭയിൽ പേര് വീണു. ഒരു സഹനം നമുക്ക് ഉപരി നന്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് സഹനം തരും. 2, ദൈവം സഹനം തരുന്നത് ദൈവത്തെ കാണാൻ വേണ്ടി. ദൈവത്തെ കാണാൻ വേണ്ടി. അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ സാവൂളിന് ഒരു സഹനം, കണ്ണിൽ അന്ധത. പക്ഷെ അന്ധത ബാധിച്ചപ്പോൾ സാവൂൾ ദൈവത്തെ കണ്ടു. ഡമാസ്കസിന്റെ ഇരുളടഞ്ഞ തെരുവീതിയിൽ ക്രിസ്തു സന്ദേശത്തെ തളച്ച് നിശബ്ദമാക്കാൻ കൈവിലങ്ങുമായി പുറപ്പെട്ട സാവൂൾ ഒരു പ്രകാശതീരത്തിന്റെ ബന്ധിയായി ചെളുമ്പലടന്ന് വീണു. അന്ധതയുടെ സഹനം. അത് കഴിഞ്ഞപ്പോൾ കർത്താവിനെ കണ്ടു. സഹനം ദൈവത്തെ കാണാൻ വേണ്ടിയാ. ഒരു വീട്ടിൽ ഒരാൾക്ക് മാരകമായ രോഗം വന്നപ്പോഴാ എല്ലാവരും ഒരുമിച്ച് അണക്കരിക്ക് പോയി, അട്ടപ്പാടിക്ക് പോയി, ദിവൈനി പോയി.
ഒരു മരണം വരുമ്പോഴാ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ തേടി പോവുക. സഹനങ്ങൾ, നൊമ്പരങ്ങൾ ദൈവത്തെ കാണാനുള്ള വഴിയാ. നിരീശ്വരവാദിക്ക് ഇത് ശൂന്യതയാ. വിശ്വസിക്കുന്നവന് ഓരോ സഹനവും ഓരോ വേദനയും ദൈവത്തെ കാണാനുള്ള വഴി. ഒന്ന്, സഹനം ഉപരിനന്മയ്ക്ക് വേണ്ടി. രണ്ട്, സഹനം ദൈവത്തെ കാണാൻ വേണ്ടി. മൂന്ന്, എന്തിനു വേണ്ടി സഹനം? കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമുക്ക് സഹനം തരും. യോഹന്നാൻ 15:1-10 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 15:1-10 വരെ വാക്യങ്ങൾ. ഫലം തരാത്ത മുന്തിരി വെട്ടി തീയിലെറിയും. ഫലം തരുന്നവനെ കൂടുതൽ കായ്ക്കുവാനായി വെട്ടിയൊരുക്കും. ഫലം തരാത്തതിനെ തീയിലെറിയും, ഫലം തരുന്നതിനെ കൂടുതൽ ഒരുക്കും. എന്ന് പറഞ്ഞാൽ കൂടുതൽ സഹിക്കാൻ കഴിവുള്ളവർക്ക് കർത്താവ് കൂടുതൽ സഹനം തരും. സഹിക്കാൻ കഴിവില്ലാത്തവരുടെ സഹനം അവൻ ഏറ്റെടുക്കും. അല്പോൻസാമയ്ക്ക് സഹിക്കാനായിട്ട് വലിയ കഴിവാണ്. അപ്പം ആ സഹനം കൂടുതൽ യേശു അല്പോൻസാമയ്ക്ക് കൊടുത്തു. കൊച്ചുദസ്യ പുണ്യവതിക്ക് സഹിക്കാനും വലിയ കഴിവാണ് കൊടുത്തു. കരിങ്കുന്നത്തെ സെന്റ് അഗസ്റ്റിനറിയിലെ ഒരമ്മച്ചിക്ക് സഹിക്കാൻ കൂടുതൽ കഴിവുണ്ടോ പിന്നെയും സഹനം തരും. പിന്നെയും ഒരപ്പച്ചന് സഹിക്കാൻ കഴിവുണ്ടോ പിന്നെയും സഹനം തരും. എന്തിനു വേണ്ടി ചോദിച്ചാൽ നിഷ്കളങ്കരുടെ സഹനം വഴി ലോകത്തിന്റെ പാപങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ. ആരൊക്കെയോ ചെയ്യുന്ന പാപങ്ങൾ ഇല്ലാതാകാൻ ചിലർക്ക് വെറുതെ അങ്ങ് സഹനം തരും. സഹനം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമുക്ക് സഹനം തരും. 4, 1 ഉപരിനന്മയ്ക്ക് വേണ്ടി. 2 ദൈവത്തെ കാണാൻ വേണ്ടി. 3 കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി. 4 ദൈവം സഹനം തരുന്നത് മനക്കട്ടി ഉള്ളവരാക്കാൻ സഹനം തരും, മനഃശക്തി ഉള്ളവരാക്കാൻ സഹനം തരും. നിയമാവർത്തനം 32:10-12 വരെ വാക്യങ്ങൾ. തള്ളക്കഴുകൻ അതിന്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കൂടിന്മേൽ ചിറകിട്ടടിക്കുകയും ചിറകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന തള്ളക്കഴുകനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കഴുകനെ കുറിച്ച് നമ്മൾ പഠിക്കണം. തള്ളക്കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിന്റെ മുകളിലും വൃക്ഷത്തിന്റെ ഉന്നത ശിഖരത്തിലുമാ. ഒരു കൂടുമെനയും, പുറത്ത് മുള്ളിന്റെ വള്ളി, അകത്ത് തുണി, പഞ്ഞി, വൈക്കോല്. മുട്ടയിടും. 21 ദിവസം അടയിരിക്കും. 21-ാം ദിവസം കുഞ്ഞുകഴുകൻ തോട് കുത്തിപ്പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. തള്ളക്കഴുകൻ പറന്നു നടന്ന് പോഷകാംശമുള്ള ഭക്ഷണം ശേഖരിക്കും. വായിൽ വെച്ച് ചവച്ചരച്ച് ജ്യൂസ് പോലാക്കും. കുഞ്ഞിന്റെ ചുണ്ട് അമ്മയുടെ വായിൽ കയറ്റി വെച്ചിട്ട് ഓസിലൂടെ വെള്ളം വിടുന്നത് പോലെ കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. 45 ദിവസം കഴിയുമ്പോൾ പപ്പ് മുളയ്ക്കും, മേഞ്ഞു മുഴുക്കും, ദേഹം കൊഴുക്കും. എന്നാലും കുഞ്ഞ് പറക്കുകയല്ല. പക്ഷെ ഭാരം കൂടുമ്പോൾ പുറത്തെ മുള്ള അകത്തേക്ക് കുത്തിക്കയറുമ്പോൾ കുഞ്ഞു കഴുകൻ കൂടിന്റെ വക്കത്ത് വന്നിരിക്കും. അപ്പോൾ തള്ളക്കഴുകൻ ഇരുമ്പ് പോലെ ബലമുള്ള ചുണ്ട് കണ്ട് കുഞ്ഞു കഴുകനെ കൊത്തിയെടുത്ത് ആകാശത്തിന്റെ അനന്തതയിലേക്ക് പറന്നുയരും. അങ്ങും മുകളിൽ ചെന്നിട്ട് ഒറ്റ കുടച്ചില്. ചുണ്ടേന്ന് പിടിപിടുന്ന കുഞ്ഞവർക്കും വളർത്തിയിട്ട് കൊല്ലുക എന്ന് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ പണി തന്നെ ഈ പണിയെന്നും പറഞ്ഞ് തലയും കുത്തി വീഴുമ്പോൾ കുഞ്ഞു കഴുകന്റെ 10 ഇരട്ടി വേഗത്തിൽ തള്ളക്കഴുകൻ പറന്നിറങ്ങും. വിസിരി പോലെ വിശാലമായ ചിറകിൽ കുഞ്ഞിനെ വഹിക്കും. കുറെ കഴിയുമ്പോൾ അമ്മയെപ്പോലെ വായുവിൽ പറക്കാനും പതയ്ക്കാനും കുഞ്ഞു കഴുകൻ പഠിക്കും. ചിലപ്പോൾ നമ്മളെ കരയിപ്പിക്കും, ചിലപ്പം ചിരിപ്പിക്കും, ചിലപ്പം വീഴിക്കും, ചിലപ്പോൾ എഴുന്നേൽപ്പിക്കും, ചിലപ്പം തോൽപ്പിക്കും, ചിലപ്പം വിജയിപ്പിക്കും. അതുവഴി മനക്കട്ടിയുള്ളവരാകാൻ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. അതുകൊണ്ടാണ് മലബാർ കുടിയേറ്റ പ്രദേശത്ത് മനക്കെട്ടി അങ്ങ് മാലക്കല്, രാജപുരം, കള്ളാറ്, മതമ്പം, പയ്യാവൂര് കുടിയേറ്റ പ്രദേശത്തെത്തുക. അവിടെയുള്ള അംഗങ്ങളുടെ മനസ്സിന്റെ ശക്തി മധ്യകാരത്തിലുള്ളവർക്കില്ല. അതിനേക്കാൾ കട്ടിയുണ്ട്. മനക്കെട്ടിയുള്ളവരാക്കാൻ ദൈവം നമുക്ക് സഹനം തരും. 5 പകരം സഹനം. ആരെങ്കിലുമൊക്കെ പകരം സഹിക്കണം.
യേശയ്യ 51 മുതൽ 56 വരെ അധ്യായങ്ങൾ അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളായിരുന്നു. രോമം കത്രിക കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. ദൈവം ചിലർക്ക് പകരം സഹനം തരും. ഒരുപാട് പേര് രാസവളം ഉപയോഗിക്കുമ്പോൾ കുറേ പേര് ദേഹത്ത് ക്യാൻസർ, പകരം സഹനം. ഒരുപാട് കമ്പനികൾ പുകപടലം തുപ്പുമ്പോൾ ചിലർക്ക് ശ്വാസകോശ രോഗങ്ങൾ, ഒരു പകരം സഹനം. ലോകത്തിൽ തിന്മ വരുമ്പോൾ ആരൊക്കെയോ സഹിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ധ്യാനങ്ങൾ ഒരുപാട് വിജയിക്കുന്നതിന് കാരണം ഏതോ അപ്പൻ അമ്മ ഉപവാസമെടുത്ത് ഈ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ധ്യാന മന്ദിരങ്ങളിൽ അത്ഭുതം നടക്കുന്നു. ആരൊക്കെയോ ഒരു നേരം എടുക്കുന്നു, ഭക്ഷണം പരിയിരുന്നു. അങ്ങനെ ആരൊക്കെയോ പകരം സഹിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. നിങ്ങളുടെയും എൻ്റെയും ജീവിതം ഒരു കത്തിൻ്റെ യാത്ര പോലെയാ. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ സ്നേഹപൂർവ്വം ഒരു പ്രാർത്ഥനാന്തിയോഗത്തിന് കത്തയക്കുന്നു. ഫാദർ ജോസഫ് പുത്തൻപരിക്കൽ, സെന്റ് ഫ്രാൻസിസ് കപ്പൂച്ചൻ ആശ്രമം, ഉഴവൂർ PO, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്നും പറഞ്ഞ് ഒരു കത്ത് എഴുതുമ്പോൾ കരിങ്കുന്നം പോസ്റ്റ് ഓഫീസിൽ ആ കത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കി അഡ്രസ് വായിച്ചു. കത്തിന് ഒരു ഉമ്മയും കൊടുത്തിട്ട് കത്ത് പോക്കറ്റിലിട്ടാൽ കരിങ്കുന്നത്ത് നയിക്കുന്ന കത്ത് ഉഴവൂരി കിട്ടുകയല്ല. പോസ്റ്റ്മാനും കത്തെടുത്ത് നോക്കും, നല്ല കവറ്, നല്ല സ്റ്റാമ്പ്, വെറുതെ വിട്ടാൽ പറ്റിയല്ലോ. സീലെടുത്ത് മോന്ത നോക്കി ഒറ്റ കുത്ത്. പിന്നെ പല കത്തിൻ്റെ കൂടെ കൂച്ചിക്കെട്ടി, മുറുക്കി കെട്ടി, ചാക്കി കെട്ടി, ഒറ്റ ഏറ്. ഈ കത്ത് ഗട്ടർ, കുന്ന്, കുഴി, വളവോ ഒക്കെ കറങ്ങി ഉഴവൂരിൽ വരും. ഉഴവൂരിലെ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് പറയോ, പരിചയമുള്ള അച്ഛൻ, ആഹാ, മോന്തയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇരിക്കട്ടെ പെടലിക്കും പുറകിൽ ഒരു സീല്. ഇത്രയും സീലും കുത്തും കൊണ്ടാല് കരിങ്കുന്നം നയിക്കുന്ന കത്ത് ഉഴവൂരിൽ എൻ്റെ കിട്ടു. പിതാവായ ദൈവം അമ്മയുടെ ഗർഭപാത്രം എന്ന പോസ്റ്റ് ബോക്സിൽ സ്വർഗവും ബിയോന്ന് നെറ്റിയിൽ എഴുതി നമ്മളെയൊക്കെ പോസ്റ്റ് ചെയ്തു. ഏകമാതാവ് ലോകമാതാവിൻ്റെ വലിയ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചു. ഈ ലോകയാത്രയിൽ ഭർത്താവിൻ്റെ തോണ്ട്, ഭാര്യയുടെ കുത്ത്, മരുമകളുടെ ഇടി, നാത്തുവിൻ്റെ പോര്, മക്കളുടെ കുത്തുവാക്ക്, ഇത്രയും സീൽ കൊണ്ടാലേ ദൈവം ഒരുക്കുന്ന സ്വർഗം ബിയോയിൽ നമ്മൾക്ക് എത്തിച്ചേരും. ഇങ്ങനെ ഒരു ധ്യാനം കൂടുമ്പോൾ ഈ ചിന്തയുടെ സമാപനം ഇങ്ങനെ കൊണ്ടുവരാം. എന്തിന് ദൈവം സഹനം തന്നുവെന്ന് ഇന്നു മുതൽ നിങ്ങൾ ചോദിക്കരുത്. അച്ഛൻ്റെ ഈ ധ്യാനത്തോടു കൂടി ഒരു പുതിയ ചോദ്യം നിങ്ങൾ ചോദിക്കണം. ആ ചോദ്യം ഇതാണ്: നല്ലവർ സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്തിന് സഹനമെന്നല്ല, നല്ലവർ സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബൈബിൾ 3 ഉത്തരങ്ങൾ തരുന്നു. ആ ഉത്തരങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. 1, നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കും. നല്ലവർ സഹിക്കുമ്പോൾ അവസാനം ശാന്തത. മഹാത്മാഗാന്ധി വെടിയുണ്ടേറ്റ് വീണു, സഹനത്തിന്റെ തീവ്രത. ആ നിമിഷത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹേ രാം. ദൈവപുത്രനായ യേശു കുരിശിൽ സഹിച്ചപ്പോൾ ശാന്തതയോടെ പറഞ്ഞു, വളരെ ശാന്തമായിട്ട് അവിടുന്ന്, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. നല്ല അപ്പന്മാരെയും അമ്മമാരെയും കണ്ടിട്ടുണ്ട്. ശക്തമായ സഹനം വരുമ്പോഴും ക്യാൻസർ ബാധിച്ച് കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഈശോ മറി യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. നല്ലവർ സഹിക്കുമ്പോൾ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു. ചില മനുഷ്യർക്കറിയാം ഈ ശാന്തതയില്ലല്ലോ. ശാന്തതയില്ലാത്തവരുണ്ട്. ഒരു മനുഷ്യൻ മരിക്കാനായിട്ട് കിടക്കുന്ന സമയം, അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ സമയത്തും വാശിയും പിണക്കവും സ്വത്തിനോടുള്ള ചിന്തയും ശാന്തതയില്ല. സ്വത്ത്, പണം, ആർത്തി, ഇതില്ല. ഈ രീതിയിലുള്ള മനുഷ്യൻ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നു, 20 ഏക്കർ സ്ഥലമുണ്ട്, 3 ആമക്കളുണ്ട്. എന്ത് ചെയ്താലും മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുകയല്ല. വികാരിയച്ഛനും പള്ളി കമ്മിറ്റിക്കാരും പറഞ്ഞപ്പോൾ വീതം വെക്കാൻ സമ്മതിച്ചു. ഈ മനുഷ്യൻ ഇങ്ങനെ എഴുതി വെച്ചു, ഓരോ കുറിപ്പടിയായിട്ട് കുത്തിക്കുറിച്ചു, ചുരുട്ടിക്കെട്ടി, പ്ലാസ്റ്റിക് ഒതുക്കി കെട്ടി വികാരിച്ചനെ കൊടുത്തിട്ട് പറഞ്ഞു, അവസാന ആഗ്രഹം എഴുതിയിട്ടുണ്ട്, ഞാൻ മരിക്കാതെ തുറക്കരുത്. പള്ളുമുറിയിൽ അലമാരി വെച്ച് കൂട്ടി. 1 മാസം കഴിഞ്ഞു,
അപ്പം മരിച്ചു. 3 മക്കൾ കൂടി അപ്പനെ ആഘോഷമായിട്ട് അടക്കി ഒരു മുഴുത്ത മാർബിൾ സ്ലാവ് കല്ലറയുടെ മുകളിൽ കയറ്റി വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, പൊന്നപ്പ, നല്ല കനമുണ്ട്, ഇതും പൊക്കിയിട്ട് പോന്നേക്കരുത്. നേരെ പള്ളിമുറി ചെന്നു. അവസാന ആഗ്രഹം എഴുതിയ കടലാസ് വിടർത്തി വായിച്ചപ്പോൾ അച്ഛൻ്റെയും മക്കളുടെയും കണ്ണ് തള്ളിപ്പോയി. ഒരു സെൻറ്റൻസേ എഴുതിയിട്ടുള്ളൂ. പിന്നെ ഇലയും പൂവും കായും വരച്ചു വച്ചിരിക്കുന്നു. എഴുതിയത് ഇങ്ങനെ: മക്കളുടെ കാലശേഷം സ്വത്തപ്പന് എന്ന ഒപ്പ്. ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടെത്തും. മരിക്കാറായാലും വിട്ടുകൊടുക്കാതെ മനുഷ്യർ എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടെത്തും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ശാന്തതയിലേക്ക് വരിക. നന്നായിട്ട് ജീവിച്ചോ, നന്നായിട്ട് മരിക്കും. നല്ലവർ സഹിക്കുമ്പോൾ ഒരു ശാന്തത. എങ്ങനെയാണോ ജീവിതകാലം, അതുപോലെ ജീവിതാന്ത്യം. ഒരു ഹൈറേഞ്ചിൽ പ്രായമുള്ള അമ്മച്ചിക്ക് രോഗിലേപനം കൊടുക്കാൻ വേണ്ടി മോൻ ഒരച്ഛനെ വന്ന് വിളിച്ചു. അച്ഛൻ വീട്ടിൽ ചെന്നു. ഈ അമ്മച്ചി ക്ഷീണിച്ച് കട്ടിലേക്ക് കിടക്കുക. അച്ഛൻ ചോദിച്ചു. അവൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ അമ്മയുടെ ചെവി ചോദിക്കണം, അമ്മയ്ക്ക് അവസാനമായിട്ട് എന്തേലും ആഗ്രഹമുണ്ടോ എന്ന്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമല്ലേ അവസാനം. 90 വയസ്സുള്ള അമ്മച്ചി മരിക്കാൻ കിടക്കുമ്പോൾ പ്രായമുള്ള അച്ഛൻ രോഗിലേപനം കൊടുത്തിട്ട് കാതി ചോദിച്ചു, അമ്മച്ചിക്ക് എന്തേലും ആഗ്രഹം ബാക്കിയുണ്ടോ? അമ്മച്ചി പറഞ്ഞു, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ? അച്ഛൻ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛ, ഒരാഗ്രഹം കൂടെ ബാക്കിയുണ്ട്. എന്താ അമ്മച്ചി? ഈ ലോകാവസാനം എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടേച്ച് മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതാണ് അമ്മച്ചിയുടെ ആഗ്രഹം. നമ്മളെങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിതാന്ത്യം. നന്നായിട്ട് ജീവിച്ചോ ശാന്തമായിട്ട് മരിക്കാം. നല്ലവർ സഹിക്കുമ്പോൾ ശാന്തതയിലേക്ക് പ്രവേശിക്കും. 2, നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയും. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയും. യേശു സഹനത്തിന് നടുവിലായപ്പോൾ ഒരുപാട് പേര് അവനെ ആശ്വസിപ്പിച്ചു. പക്ഷെ യേശു സ്വന്തം ആശ്വാസം തേടിയില്ല. അവൻ പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ വേദനിച്ചുകൊള്ളുക, പ്രാർത്ഥിക്കുക. നല്ലവർ സഹിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് തിരിയും. നമ്മളെക്കാൾ വേദനിക്കുന്ന ആൾക്കാരിലേക്ക് തിരിയും. കാരിത്താസിൽ ഒരു 75 വയസ്സുള്ള ഒരപ്പച്ചൻ കരളിന് ക്യാൻസർ, അതിന് കരളിനോട് ചേർന്നുള്ള ഭാഗത്ത് ക്യാൻസർ ബാധിച്ച് കിടക്കുക. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് കരളിനെയും ബാധിക്കും. വീട്ടുകാർ പ്രാർത്ഥിക്കാൻ കൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, വല്ലാത്ത വേദനയുണ്ടല്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞാൽ, സുഖമില്ല, സന്തോഷമുണ്ട്. 4ഉം 5ഉം വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങൾ റേഡിയേഷന് വിധേയനാകുമ്പോൾ 7.5 പതിറ്റാണ്ട് കാലം ഈ ലോക സുഖദുഃഖങ്ങൾ കണ്ട് എനിക്ക് ഈ സഹനം നിസ്സാരമാ. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു. 3, നല്ലവർ സഹിക്കുമ്പോൾ ശത്രുത ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് ക്യാൻസർ വന്ന് മരിക്കുന്നവർ നേരെ സ്വർഗത്തിലേക്കാ. കാരണം നല്ലവർ സഹിക്കുമ്പോൾ ശത്രുതയില്ല. യേശു കുരിശിൽ സഹിച്ചു തൂങ്ങിക്കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ശത്രുക്കൾ യേശുവിനെ കുരിശിൽ വധിച്ചപ്പോൾ യേശു ശത്രുതയെ കുരിശിൽ വധിച്ചു. ശത്രുക്കൾ യേശുവിനെ കുരിശിൽ വധിച്ചപ്പോൾ യേശു ശത്രുതയെ കുരിശിൽ വധിച്ചു. ജീവിതത്തിൽ സഹനത്തെ നമുക്ക് ഇങ്ങനെ നോക്കിക്കാണാം. രക്ഷാകരമാക്കി സഹനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. സഹിച്ച യേശുവിനോടൊത്ത് നമ്മുടെ ജീവിതയാത്രയും നമുക്ക് തുടരാം.